5 ആഴ്ച നീണ്ട ആശുപത്രിവാസം അവസാനിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലേക്ക്. റോമിലെ അഗസ്റ്റീനോ ഗമേലി ആശുപത്രിയിലെ മെഡിക്കൽ സംഘമാണ് ഡിസ്ചാർജ് വിവരം പുറത്തുവിട്ടത്. 2 മാസത്തെ പൂർണ്ണ വിശ്രമമാണ് മാർപ്പാപ്പയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രാർത്ഥനകളോടെ കാത്തിരുന്ന വിശ്വാസി സമൂഹത്തെ ആശീർവദിച്ചുകൊണ്ടായിരിക്കും മാർപ്പാപ്പയുടെ മടക്കം. ഫെബ്രുവരി 14-നാണ് ശ്വാസകോശ സംബന്ധിയായ അസ്വസ്ഥതകളെ തുടർന്ന് 88-കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ അഗസ്റ്റീനോ ഗമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ സ്ഥിരീകരിച്ചതോടെ ആദ്യ ആഴ്ചകളിൽ മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടർന്നു. പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും യുവാവായിരിക്കെ പ്ലൂറസി ബാധിച്ച ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തതും അണുബാധ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായി. ഇതോടെ രാജി പരിഗണനയിലാണെന്ന അഭ്യൂഹങ്ങളും ശക്തമായി. എന്നാൽ രാജി അഭ്യൂഹങ്ങൾ തള്ളിയ വത്തിക്കാൻ മാർപ്പാപ്പയുടെ തിരിച്ചുവരവിനാണ് കാത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കി. ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഇക്കാലയളവിൽ ആശുപത്രിയിൽ മാർപ്പാപ്പ നടത്തിയ കൂടിക്കാഴ്ചകളെല്ലാം തന്റെ അസാന്നിധ്യത്തെ മുന്നിൽ കണ്ടുള്ളതായിരുന്നു. വത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന കർദിനാൾ പിയട്രോ പരോളിനുമായി 1-ലധികം തവണ മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യനില മെച്ചപ്പെട്ടപ്പോൾ ആദ്യം സന്ദേശമായും പിന്നീട് ആശുപത്രിയിൽ നിന്നുള്ള ചിത്രമായും മാർപ്പാപ്പ വിശ്വാസികൾക്കരികിലെത്തി. ഇതിനിടെ 5 ഞായറാഴ്ച കുർബാനകളാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ കടന്നുപോയത്. 2013-ൽ മാർപ്പാപ്പയായി ചുമതലയേറ്റതിനു ശേഷം വത്തിക്കാനിൽ നിന്ന് ഇത്രയുമധികം കാലം മാർപ്പാപ്പ വിട്ടുനിൽക്കുന്നത് ഇത് ആദ്യമായാണ്. കത്തോലിക്ക വിശ്വാസികൾ വിശുദ്ധ വർഷമായി കാണുന്ന ജൂബിലി വർഷത്തെ ആഘോഷങ്ങളിലോ ഈസ്റ്റർ നോമ്പിന്റെ വരവേൽപ്പിലോ മാർപ്പാപ്പ വത്തിക്കാനിൽ ഉണ്ടായിരുന്നില്ല. ഈ സമയം വത്തിക്കാനിലും ഗമേലിയിലെ ആശുപത്രി അങ്കണത്തിലും ബേണസ് അയേഴ്സിലെ ജന്മനാട്ടിലുമെല്ലാം വിശ്വാസികൾ പ്രാർത്ഥനയിലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ 2 വാരാന്ത്യങ്ങളിലും വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പോപ്പിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുവെന്ന ആശ്വാസം പങ്കുവച്ചു. ഇനി വത്തിക്കാനിലേക്ക് മടങ്ങിയാലും അടുത്ത 2 മാസം പൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇക്കാലയളവിൽ മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും മാർപ്പാപ്പ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.